ഇത് നീ എന്റെ സുതിച്ചേട്ടന് വേണ്ടി എന്നുള്ള വാക്ക് സംസാരിക്കല്ലേ. എന്ന് വെച്ചാൽ ഇത് അസല് വിധവയുടെ പേക്കൂത്താണ്. ഒരുപാട് വിധവകളുണ്ട്, അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയണം നമ്മുടെ സമൂഹത്തിൽ. അമ്മാതിരിയുള്ള പരിപാടിയാണ് നീ ഡെയിലി കാട്ടിക്കൂട്ടുന്നത്. അതിന്റെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഊളകളുണ്ട്, കുറെ തൈക്കളവികളുമാരുണ്ട്. അതിന്റെ ഒരു രീതിയാണ് നീ കാണിച്ചു കൂട്ടുന്ന മൊത്തം. ബിക്കോസ് അത് നല്ലതാണ്. ബിക്കോസ് അമ്മാതിരി വെറുപ്പിക്കലാണ് കാണിക്കുന്നത്. ഇതിന്റെ അസുഖം വേറെയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് എല്ലാവരും കമന്റ്സും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അസുഖം വേറെയാണ്. അല്ലാതെ പിന്നെ സുതിച്ചേട്ടൻ മരിച്ചതിന്റെ അരി മേടിക്കാൻ നിവർത്തില്ലാത്തതുകൊണ്ട് കച്ച കെട്ടി ഇറങ്ങിയതല്ല. ഇത് വേറെയാണ് ഉദ്ദേശം. ഇതിന്റെ കൂടെ ഒരു മനസ്സുഖമുണ്ട്. അത് വേറെ കാര്യം എന്താണിത്? പിന്നെ ഒരുപാട് പേര് എന്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നതാണ്. എനിക്ക് അവരോട് അസൂയാണ്. എന്ത് കണ്ടിട്ടാണ് ഞാൻ അവരോട് അസൂയപ്പെടേണ്ടത്? അവർ ഈ ഇങ്ങനെ ഒരു മേഖലയിൽ നിൽക്കുന്നത് കണ്ടിട്ടാണോ ഞാൻ അസൂയപ്പെടേണ്ടത്? ഇപ്പൊ ഈ രേഷ്മ പി തങ്കച്ചനേക്കാളും കുറച്ച് മാംസം എന്റെ ശരീരത്തിലുണ്ട്. ഇതിപ്പം എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഞാൻ അത്യാവശ്യം തിരക്കില്ലാതെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളാണ്. എനിക്ക് അവസരങ്ങൾ വരാറുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടിന് ആൾക്കാർ വിളിക്കാറുണ്ട്. ഫോട്ടോ കാണുന്ന സമയത്ത് തന്നെ പല ആഡിനും കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അതിനോടൊക്കെ നോ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം ഈ പെണ്ണുപിള്ള ചെയ്യുന്ന പോലെ തന്നെ തുണിയുടെ വലിപ്പം കുറച്ച് ഞാൻ എന്തിനും തയ്യാറാണ് എന്നൊരു ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെക്കാളും കൂടുതൽ അവസരം എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്, 100% ഉറപ്പാണ്. ആളുകൾക്ക് സ്ത്രീനെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയാൽ മതി. അവർക്ക് റീച്ചിന് വേണ്ടി ഏത് സ്ത്രീ എക്സ്പോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവരെ ക്ഷണിക്കാൻ തയ്യാറാണ്. പക്ഷെ വിഷയം എന്താ വെച്ചാൽ ഇത്തരത്തിലൊരു മേഖലയോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ വീടോ കുട്ടികളോ ഒന്നും വേണ്ട എന്നുള്ളൊരു തോന്നൽ, നമ്മൾ എവിടെയോ എന്തോ എത്തി എന്നുള്ളൊരു തോന്നൽ വരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രേഷ്മ പി തങ്കച്ചൻ തന്നെ. അങ്ങനെ ഒരു ഇതിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസയും കാര്യം പ്രശസ്തി എല്ലാം കിട്ടുമ്പോൾ അതാണ് ജീവിതം എന്ന് കരുതും. പക്ഷെ അതൊക്കെ കൈമറിഞ്ഞു പോകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഫാമിലി, മക്കള്, റിലേഷൻഷിപ്പ് ഇതെല്ലാം ഒരുപാട് ദൂരത്തായിരിക്കും. ഓക്കെ, അത് ഒരുപാട് പേരുടെ സെലിബ്രിറ്റീസിന്റെ ഉദാഹരണം തന്നെ മുമ്പേ കിടപ്പുണ്ട്. ഇതൊക്കെ കണ്ടുവെച്ചോണ്ട് നിങ്ങൾ അവരെ കണ്ടിട്ട് എനിക്ക് അസൂയ എന്ന് പറയുന്നതിനോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല, നാളെ സമയം എടുത്തിട്ട് ചെയ്യാമെന്ന് കരുതിയിരുന്നതാണ്. ഇന്നിപ്പം ഗോവിന്ദചാമിന്റെ ഒരു വീഡിയോ ഇടണമെന്ന് കരുതിയിരുന്നതാണ്. അപ്പോഴാണ് കിച്ചുവിന്റെ ഒരു വീഡിയോ ലൈവിന്റെ അകത്ത് വീണനെ കുറിച്ച് ഏതാണ്ടൊക്കെയോ പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കമന്റ് കാണുന്നത്. അപ്പൊ പിന്നെ വിചാരിച്ചു ഏതാണെന്ന് അറിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് ഗോവിന്ദചാമിനെ കുറിച്ച് ചെയ്യാം എന്നുള്ളത്. അതിനുമുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യുക. നമ്മൾ രാത്രിയാണ് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ട് തന്നെ വീഡിയോന്റെ ക്ലാരിറ്റിക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവും. ദൂരദർശൻ ഓടി കളിക്കുന്ന പോലെ സ്ക്രീനിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഒന്ന് ക്ഷമിക്കുക. അല്ല, വേറെ ആരുമില്ല. കിച്ചു വന്ന് പറയട്ടെ, കിച്ചു വന്ന് പറയുമ്പോൾ ഓക്കെ അല്ല. കിച്ചു ലോക കള്ളനാണ്. ഇനി ഞാൻ പറയാം, ഏറ്റവും വലിയ കള്ളൻ കിച്ചുവാണ്. കിച്ചുവിനും ഈ രേണുവിനെ അറിയാമായിരുന്നു. രേണുവിനെ അമ്മയെ അറിയായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് കിച്ചുവിന്റെ കൂട്ടുകാർ പറഞ്ഞു. അതെ അതെ അതെ, അറിയായിരുന്നു. കിച്ചു തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കിച്ചു നാറത്തേ ഉള്ളൂ. നാറ് ഞാൻ കൈ കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ച ഈ ഒരു ചെറിയ ഭാഗം കണക്റ്റിംഗ് മീഡിയ, ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. കണക്റ്റിംഗ് മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ചാനലിനകത്ത് ഇവരാണ് ആദ്യമായിട്ട് വീണേന്റെ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പം ഈ ഒരു ചാനലിന്റെ അകത്ത് വീണ വോയിസ് വഴി, കിച്ചുവിന്റെ ലൈവ് കണ്ടതിന് ശേഷം വീണ വോയിസ് വഴി കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെന്ന് പറയാം. അതാണ് ഈ ഒരു കാര്യം. ഇതിൽ വീണ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കിച്ചു താമസിച്ചിട്ടുണ്ടായിരുന്നത് സുധിയുടെ തറവാട്ട് വീട്ടിലാണ്, അതായത് സുധിയുടെ വീട്ടിലാണ്. ഇവരുടെ കൂടെ കുറച്ച് മാത്രമേ താമസിച്ചിട്ടുള്ളൂ. അവരുടെ ഇടയിൽ രേഷ്മ പി തങ്കച്ചനൊരു വിഷയമാവുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രശ്നത്തിന്റെ കാരണങ്ങളൊക്കെ തന്നെ അവർ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പം ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കണക്റ്റിംഗ് മീഡിയ എന്ന് ടൈപ്പ് ചെയ്തിട്ട് കയറി കണ്ടാൽ മതി. ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഈ പുള്ളിക്കാരനാണ് ആ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഓഡിയോ കേട്ടതിന് ശേഷം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കിച്ചുവിന് അന്ന് ചെറിയ പ്രായമാണ്. കിച്ചു ഇവരുടെ ഇടയിലുള്ള വഴക്കുകൾ മാത്രമേ അറിഞ്ഞുള്ളൂ. അതിലെ കഴമ്പ് എന്താണ് എന്ന് അറിഞ്ഞില്ല. ഞാൻ കിച്ചു എന്താണ് വീടിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഒരു 200K എൻ്റെ അടുത്ത് വ്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഭൂരിഭാഗം ആളുകളും ആ ഒരു ലൈവ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ റിയാക്ഷൻ ചാനലുകളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വീണ കിച്ചുവിനെ നോക്കിയിട്ടില്ല, അച്ഛനുമായിട്ട് എപ്പോഴും പ്രശ്നമായിരുന്നു, വേഴ്സ്റ്റ് ലൈഫായിരുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്നെ ആരും നോക്കിയിട്ടില്ല എന്ന് പറയുന്നത്. അവിടെ രേണു നോക്കി എന്ന് പറയുന്നില്ല, എന്നെ ആരും നോക്കിയില്ല. അച്ഛാമ്മയും അച്ഛനും വലിയച്ഛനും എല്ലാവരും കൂടിയാണ് നോക്കിയത് എന്നാണ് ആ പയ്യൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ കൊടുക്കാത്തത്. നമ്മളല്ലെങ്കിൽ കിച്ചു ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ആ പയ്യനൊരു ഭാവിയുണ്ട്, അവൻ ഇതിലോട്ടൊന്നും അധികം തലയിടാത്താണ്, വെറുതെ അവനെ നമ്മൾ ഇതിനകത്തോട് പിടിച്ചിരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വീണ കുറച്ച് കാര്യങ്ങൾ ആ ഒരു കണക്റ്റിംഗ് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ പറയുന്നുണ്ട്. സുധിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അതിന്റെ ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വഴക്കുണ്ടാക്കത്തില്ല, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല, ഞാൻ വലിയ സംഭവമൊന്നും ഞാൻ പറയുന്നില്ല. വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. വഴക്കുണ്ടാക്കാൻ വെറുതെ ഒരാൾ ചുമ്മാതെ ചെന്നിരിക്കുന്ന ഒരാളുടെ അണ്ണാക്കി കൊള്ളിട്ട് കൂട്ടുവോ? അപ്പൊ എനിക്ക് മെന്റലി വല്ല പ്രോബ്ലം കാണും. ഞാൻ വഴക്കുണ്ടാക്കാൻ കാരണങ്ങൾ ഇട്ട് തന്നപ്പോ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. സത്യമാണ്. അല്ല, വേറെ ആരുമില്ല. കിച്ചു വന്ന് പറയട്ടെ, കിച്ചു വന്ന് പറയുമ്പോൾ ഓക്കെ അല്ല. കിച്ചു ലോക കള്ളനാണ്. ഇനി ഞാൻ പറയാം, ഏറ്റവും വലിയ കള്ളൻ കിച്ചുവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ കിച്ചുവാണ്. അല്ല, അത് ഞാനിപ്പം ചോദിച്ചത് തന്നെ, കിച്ചു നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉള്ളപ്പോൾ തന്നെ കിച്ചു അമ്മയെന്ന് വിളിക്കുമ്പോൾ അപ്പൊ കിച്ചുവിന് ശരിക്കും രേണുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അറിയാമായിരുന്നു. അറിയാമായിരുന്നു.
അറിയാമായിരുന്നു. പറയാൻ കാര്യം ഇതിനൊക്കെ ഈ മുന്നേ ലാസ്റ്റ് ഒരുപാട്, ടൈമിൽ വന്നതാണെന്ന് പറയാൻ കാര്യം കാരണം അതിനൊക്കെ മുന്നേ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് ചേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞ ശരിയാവത്തില്ലെന്ന് ഞാൻ ഇപ്പോഴും അതാണ് പറയുന്നത്. അപ്പൊ രേണുവിന്റെ പോകുന്നതിന് ആ സമയം ആ ഒരു ഇതിലേക്ക് ഈ രേണുവിലേക്ക് രേണു ഒക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ സുചേട്ടന് 3-4 കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒന്നുകിൽ ഞാൻ ചോദിക്കട്ടെ, കാമുകിമാരില്ലാത്ത ഒരാൾ എന്തിനാണ് മണിക്കൂറോളം ഫോൺ ചെയ്യുന്നത്? ഈ ഫോൺ വരുമ്പോൾ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് സംസാരിക്കാതെ എന്തിനാ തെങ്ങുംതോപ്പും വാഴത്തോപ്പും കിടന്ന് കറങ്ങി ഫോണിൽ സംസാരിക്കുന്നത്? അവിടെ എന്റെ വീട്ടിൽ എത്ര തെങ്ങുണ്ടെന്ന് സുദീപ് ജീവിച്ചിൽ കൊണ്ട് ചോദിച്ചാലും അറിയാമായിരുന്നു. ഇതിൽ കൂടുതൽ ഞാൻ എന്തോ പറയേണ്ടത്? സത്യമായിട്ടും ചേട്ടാ, ഞാൻ കണ്ടില്ല കേട്ടില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ കുറെ കളഞ്ഞു. കണ്ടില്ല കേട്ടില്ലെന്നും പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കളഞ്ഞു. ഈ ഒരു കാര്യം ഞാൻ നേരത്തെ എന്റെ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയി സുധി എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീലമ്പടനായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു, ഇതെല്ലാം ആ രണസുനെ വരുത്തി വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞത് അച്ചട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. വീണ ഇത്രയും കാലം ഞാൻ കൂടുതലായിട്ടൊന്നും പറയാം, അവർ കൊടുത്ത ഇന്റർവ്യൂസിലൊക്കെ തന്നെയും പറയുന്നുണ്ട്, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും, ശരിയായ ഒരു ഏർപ്പാടല്ല എന്നൊക്കെ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവസാനം അളമുട്ടിയ ചേരയും കടിക്കുക എന്ന് പറയുന്ന ഒരു പദം ഉണ്ടല്ലോ, അതേപോലെയാണ് പുള്ളിക്കാരി നല്ല ഒരു സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ സുധീനെ കുറിച്ചിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ തെളിവ് സഹിതം ഇന്ന ആളുകൾക്ക് അറിയാം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് വീണ പറഞ്ഞു പോകുന്നത്. സോ സുധി എന്ന് പറയുന്ന ആൾക്ക് രേണു ഉള്ള സമയത്തും വീണയുള്ള സമയത്തും ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം ആര് വഴിയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം താജുദ്ദീന്റെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അയാളുടെ മറ്റേ ജോലിന്റെ കാര്യങ്ങളൊക്കെ രേണു ഏതാണ്ടൊക്കെയോ പറഞ്ഞിട്ട് അപമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കള്ളത്തരം കാണിച്ച് മേടിച്ച ജോലിയാണെന്നൊക്കെ. അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതുൽ വ്ലോഗ്സ്, ഡാനി സത്യൻ, ഇവരെയൊക്കെ അവർ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റുള്ളവരുടെ വായയിൽ കോലിട്ട് കുത്തുന്ന ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് വേറെ കാര്യം പറയാം. എന്റെ വീടിന് താഴെ നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ, പോയി അടുക്കള വരെ ചോറും കറിയും വെക്കുന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം ഭാര്യേനെയും അമ്മേനെയും മക്കളെയൊക്കെ അടുക്കളയിൽ തളച്ചിട്ട് പഠിച്ച ആൾക്കാരായിരിക്കും. ആ ഒരു പഠിപ്പ് ദയവേത് സമൂഹത്തിലെ സ്ത്രീകളോട് ഇറക്കാതിരിക്കുക. സമൂഹം, സൊസൈറ്റി ഒരുപാട് മാറി. ഇന്ന് പുരുഷന്മാർ ചെയ്യുന്ന പല ജോലി മേഖലകളിലും സ്ത്രീകൾ ഏർപ്പെടുന്നുണ്ട്. സ്ത്രീകൾ ഏർപ്പെടുന്ന പല ജോലി മേഖലകളിലും പുരുഷന്മാരും ഏർപ്പെടുന്നുണ്ട്. അപ്പം കാലത്തിനനുസരിച്ചുള്ള ഒരു ഇക്വാലിറ്റി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അടുക്കളയിൽ പോകും, അവിടെ പോയി ഇവിടെ പോകുമെന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അങ്ങനത്തെ കമന്റും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇടുക. ഓക്കെ. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വരുന്നത് രേണുവിനെയാണ്. രേണു 24 മണിക്കൂറും അടുക്കളയിൽ കുത്തിരുന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ഇട്ടുകൊണ്ടിരിക്കുന്നത്. സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് അവരെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ സുധീന്റെ വീഡിയോസ്, ഈ കടം വാങ്ങിയത്, കള്ളുകുടി, മദ്യപാനി, പെണ്ണുപിടി, ഈ വക സാധനങ്ങളൊന്നും വെച്ച് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് ചെയ്യാത്തിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മരിച്ചുപോയ ഒരാളെ അപമാനിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അയാളെ കുറിച്ചിട്ട് അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. വേറെ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ ചാനൽസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സുധിയുടെ കടബാധ്യതകൾ, ഈ ഒരു സ്ത്രീ വിഷയങ്ങൾ, ഇതെല്ലാം സെപ്പറേറ്റ് ടോപ്പിക്കായിട്ടാണ് അവരിടുന്നത്. പിന്നെ ചാനലിൽ രേണു സുധിനെ ബൂസ്റ്റ് ചെയ്ത് കാണാനുള്ള കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ ഇടുന്നുള്ളൂ മാക്സിമം. ചില ദിവസങ്ങളിൽ നെറ്റൊക്കെ കൂടുതലുള്ള ദിവസം 2 വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബ് അൽഗോരിതത്തിന്റെ ട്രെൻഡിങ് ലിസ്റ്റ് നോക്കിയിട്ട് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതും യൂട്യൂബ് അൽഗോരിതം പ്രൊമോട്ട് ചെയ്യുന്നതും രേണു സുധീന്റെ കണ്ടന്റ് ആണ്. സോ നമുക്കത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഈ ആദർശം പറയുന്ന ആരും തന്നെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വന്നിരുന്ന വീഡിയോ ചെയ്യുന്ന ആളുകളല്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതി സൊസൈറ്റിനെ സ്വാധീനിക്കും. അതൊരു പരിധിവരെ ശരിയാണ്. എന്നിരുന്നാലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും കൂടെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമ്മളിടുന്നൊരു വീഡിയോ റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുള്ളൂ. അല്ലാതെ യൂട്യൂബിനകത്ത് വെറുതെ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയല്ല ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം രേണു ഒരു കണ്ടന്റ് മാത്രമാണ്. അവരെ നേരിട്ട് കാണുന്ന സമയത്ത് അവരായിട്ട് വഴക്ക് കൂടാനോ ചാടിക്കടിക്കാനോ നമ്മൾ പോലെ കമന്റ് എടുത്ത് നിങ്ങൾ പോകുക. നിങ്ങൾ പറയും രേണുവിനെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് അവരെ നേരിട്ട് കാണുന്ന സമയത്ത് അവരെ അപമാനിക്കാനോ തല്ലാനോ പിടിക്കാനോ പോയില്ല. അവരോട് ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഒരു ഭാഗം പറഞ്ഞ് നമ്മൾ ആ മൈൻഡിൽ ഒഴിവാക്കി വിടുന്നു. ദാറ്റ്സ് ഇറ്റ്. കുറെ പേരുടെ വിചാരം എന്താ വെച്ചാൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയി തുറന്ന് സമ്പാദിക്കുന്ന കാര്യങ്ങളാണ് ഈ കണ്ടന്റ് എന്നുള്ളതാണ്. അല്ല, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ രേണു സുധി പറഞ്ഞു വന്ന അലിഗേഷന്റെ പുറകെ ഫിറോസ്, താജുദ്ദീൻ, മറുനാടൻ, പിന്നെ ഇപ്പൊ നിമിഷ, വീണ, കിച്ചു, പിന്നെ കിച്ചുവിന്റെ അമ്മ എന്ന് പറഞ്ഞ് വേറെ ഏതൊരു സ്ത്രീ, ഇപ്പം ഞാൻ ഇപ്പം അടുത്തൊരു വേറൊരു വീഡിയോ കൂടെ കണ്ട ഒരു ചേട്ടൻ, സുധീനെ പോലെ കാണാനുള്ള ഒരു ചേട്ടൻ, ഈ കുറെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവര്, അതിന്റെ ഇടയ്ക്ക് വേറെ രേണു സുധീന്റെ കൂടെ പഠിച്ചൊരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഇവർക്കെതിരെ രംഗത്ത് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവരുടെ സൊസൈറ്റിയിലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളും സംസാരവും നുണ പറച്ചിലും ഏതൊക്കെയോ തരത്തിൽ സത്യം അറിയുന്ന ആളുകളെ ചൊടിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവർ ഓരോരുത്തരായിട്ട് രംഗത്ത് വരുന്നത്. ഒരുപാട് പേര് ഇനിയും രംഗത്തോട്ട് വരാനുണ്ട്. ഇവർ വരുന്നത് കാണുന്ന സമയത്താണ് നമ്മൾ അത് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിലിപ്പം ഞങ്ങളെ തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടെ പഠിച്ചൊരു സ്ത്രീ വന്നിട്ടുണ്ടെന്ന്. ഇവർ ഏവിയേഷൻ പഠിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. കൂടെ പഠിച്ച സ്ത്രീയാണ്. പക്ഷേ എയർപോർട്ടിൽ വർക്ക് ചെയ്തു എന്നുള്ള കാര്യം സത്യത്തിൽ നുണയാണെന്ന് അവർ പറയുന്നുണ്ട്. അവർ പറയുന്ന ആ ഒരു വീഡിയോന്റെ ചെറിയ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കുക, ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് കേട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പം ഈ ഏവിയേഷൻ പഠിച്ചതിന് ശേഷം എയർപോർട്ടുകളിൽ ജോലി ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പച്ചക്കള്ളമാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയ അച്ചു അവർക്കെതിരെ ഒരു പോസ്റ്റും കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു ചെറിയ ഭാഗം ഇവിടെ കൊടുക്കാം. അപ്പൊ എനിക്ക് അതിനെതിരെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഏവിയേഷൻ പഠിച്ചു എന്ന് പുള്ളിക്കാരി പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനും കൂടെ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ അതിൻ്റെ അകത്ത് പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ്. ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ്. അതുൽ ബ്ലോഗ്സിലാണെങ്കിൽ അതിന്റെ താഴെയാണെങ്കിൽ ഒരു കമന്റ് സെക്ഷനിൽ ഒരു കമന്റ്, ഒരു പെൺകുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ കൊച്ചിയിലെ ഏവിയേഷൻ. ശരി, അവസാനമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും. ഞാൻ അതിന് വലിയ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൊടുക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ട്രോളുകളും റോസ്റ്റിങ്ങും പിന്നെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. 100-ൽ 100 ആളും ഒരാളെയും സപ്പോർട്ട് ചെയ്യില്ല. അതിപ്പോൾ എത്ര വലിയ നല്ലവനാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരാളെങ്കിലും അവർക്ക് എഗെയിൻസ്റ്റ് നിൽക്കും. അവസാനമായിട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആരാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചത്? എന്ത് ആവശ്യത്തിന് വേണ്ടിയായിരുന്നു? എന്ത് പർപ്പസിന് വേണ്ടിയായിരുന്നു? ആ സ്ത്രീ തന്നെ അവരുടെ വീഡിയോക്കകത്ത് വന്നിരുന്ന് പറയണ്ടേ, എനിക്ക് നെഗറ്റിവിറ്റി ഭയങ്കര ഇഷ്ടമാണ്, നെഗറ്റീവാണ് എന്നെ ഞാനാക്കിയത്. സോ എനിക്ക് നെഗറ്റീവ് കിട്ടുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാപ്പി ആവാന്നൊക്കെ ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർ നെഗറ്റിവിറ്റിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ പബ്ലിക്കിലോട്ട് എത്തിക്കുന്നു, അല്ലെങ്കിൽ അത് നെഗറ്റീവായി തന്നെ പബ്ലിക് എടുക്കുന്നു. അപ്പോൾ അതിൽ അവർക്ക് സന്തോഷമാണെങ്കിൽ അവർക്ക് ഒരു നേരത്തെ സന്തോഷം നമ്മൾ കൊടുക്കുന്നതിൽ എന്താണ് മിസ്റ്റേക്ക് അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.